ശ്യാമിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ 8 മണിക്ക്, ചിലപ്പോൾ 8:30 മണിക്ക്. അവർ ഫോൺ കൊടുക്കുകയാണ് ഫോർ 1 hour. അവർ കൊടുക്കും, അത് സംസാരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഫോൺ വാങ്ങും. ഞാൻ ചോദിക്കും അവനോട്, എന്തെങ്കിലും പുരോഗതി ഉണ്ടോ മോനെ? അവൻ പറയും, ഒന്നുമില്ല അച്ഛാ, നമ്മളൊന്നും അറിയുന്നില്ല. എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടോ ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഞാൻ ഇറാൻ എംബസി ആയിട്ട് അവിടെ ഒരാൾ സംസാരിക്കുന്നുണ്ട്. എല്ലാം പോസിറ്റീവ് റിപ്ലൈ ആണ്. എല്ലാം ഉടനടി ശരിയാവും. ഞങ്ങൾ എല്ലാവിധ വർക്കുകളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ സൈപ്രസിലെ ഹെഡ്ക്വാർട്ടറിൽ അവിടെയും സംസാരിക്കുന്നുണ്ട്. എല്ലാം ശരിയാവും. ഈ ശരിയാവലാണ് മാത്രം, വേറെ ഒന്നുമില്ല. വേറെ കമ്മ്യൂണിക്കേഷൻ ഫ്രം ഗവൺമെൻറ് സൈഡ് ഒന്നുമില്ല. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞ മുഴുവൻ ആളുകളെയും വിട്ടയച്ചു എന്നാണല്ലോ. വിദേശ മന്ത്രാലയം പറഞ്ഞു, അവിടുന്ന് മന്ത്രിയുടെ ഒരു ഇറാൻ വിട്ടയച്ചത് അവർ വിട്ടയച്ചു. ഇസ്രായേലും ഇറാനും തമ്മിൽ ഉള്ളത് ആദ്യം വിട്ടയച്ചു. ഒരാഴ്ച കഴിഞ്ഞാൽ പോകാമെന്നുള്ളത് പറഞ്ഞില്ലേ. പിന്നെ ഇപ്പോൾ എവിടെയാണ് പ്രശ്നം? കമ്പനി. അങ്ങനെ ആവുമല്ലോ. അവർക്കിപ്പോൾ ഞാൻ പോയാൽ വേറെ ആൾ വേണം, അല്ലെങ്കിൽ ഷിപ്പ് മാനേജ് നടക്കില്ല. അർത്ഥത്തിൽ വിട്ടയക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല. അത് കമ്പനി പറയണ്ടേ. അപ്പോൾ ഞാൻ കമ്പനിക്ക് വിളിച്ചപ്പോൾ അവർ പറയുന്നു, ഒന്നും പേടിക്കേണ്ട, അവരെല്ലാം സേഫാണ്. എനിക്ക് സേഫ് കൊണ്ട് കാര്യമില്ലല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരും. ഇതല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് നമ്മളെ കൂട്ടരെ ചെയ്യാനല്ല ആവശ്യം. മുതലാളിക്ക് പൈസയാണ് ആവശ്യം. ചിലപ്പോൾ നമുക്കറിയില്ല. ഇനിയിപ്പം എന്താണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടല്ലോ. മിസ്റ്റർ മുരളീധരൻ സാറ് PA ആയിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഗവൺമെൻറ് തലത്തിൽ എല്ലാവിധ കാര്യങ്ങളും നോക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ ഗവൺമെൻറ് വളരെ ഇതിലാണ് ഈ കാര്യത്തിൽ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ഫോൺ സംസാരം കിട്ടിയത്. ഗവൺമെൻറ് നോക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത് കമ്പനിക്ക് ഒരു മെയിൻ പോർട്ട്ഫോളിയോ ഉണ്ട്. അതാണ് അത് കമ്പനിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, മറ്റേ ബോംബെയിലുള്ളവരോട്, ഈ സാഹചര്യത്തിൽ ഒരു ക്രൂ ചേഞ്ചിന് ആരെങ്കിലും പോവുമോ? ഇങ്ങനെ പിടിച്ചെടുത്ത് ഇറാൻ ഗാർഡ്സ് പിടിച്ചെടുത്ത് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് കേസിൽ ആരെങ്കിലും പോവുമോ? അതിനൊന്നും ഉത്തരവില്ല. നമ്മൾ പോവും, ആരെങ്കിലും നമ്മൾ പോവില്ല. അതുകൊണ്ട് തന്നെ എപ്പം മോചനം എന്നുള്ളത് സംബന്ധിച്ചും മോചനമൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴെല്ലാം വരുന്നു. അത് തന്നെ. അവരേതോ പഴയ ന്യൂസൊക്കെ ഇങ്ങനെ അടിച്ചിറക്കുക. ഞാൻ ഇന്നലെ വിളിച്ചു പോയാൽ ഏഷ്യാനെറ്റ് വിളിച്ചിരുന്നു, കിട്ടിയില്ല. ഇതാണ് സംഭവം. നമുക്കിപ്പോൾ വേണ്ടത് നമ്മളെ മക്കളുടെ മോചനമാണ് വേണ്ടത്. എൻ്റെ മകൻ്റെ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് കഴിഞ്ഞു. വേറെ വയനാട്ടിലുള്ള ആ കൂട്ടരുടെ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് കഴിഞ്ഞു. അവരെയും വിട്ടൂടെ? മറ്റേത് പോയിട്ട് 2 മാസം 3 മാസം 4 മാസം 6 മാസം കോൺട്രാക്റ്റ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. വേറെ ഇപ്പോൾ ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഗവൺമെൻറ് തലത്തിലും പിന്നെ എംബസി തലത്തിലും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുക. നമ്മളിങ്ങനെ ഡെയിലി എവിടെയും പോവാതെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നമാണ്. എൻ്റെ കാര്യം പിന്നെ ഞാനൊരു പട്ടാളക്കാരനാണ്, അങ്ങനെ പോവും. അമ്മേൻ്റെ കാര്യമാണ് വലിയ പ്രശ്നം. സാർ പറയുന്നത് ഇപ്പോൾ കോൺട്രാക്ട് കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് എത്ര ദിവസം എന്നുള്ളത് സംബന്ധിച്ച് കമ്പനിയും ഒരു വ്യക്തത തരും. 7.5 മാസമായി അവന്. ഒരാൾ 9 മാസമായി, സെക്കൻഡ് ഓഫീസർ. ഇവൻ സെക്കൻഡ് എഞ്ചിനീയറാണ്. സാറേ, അപ്പോൾ ഈ കോൺട്രാക്ട് കഴിഞ്ഞാൽ പിന്നെ കമ്പനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുമോ? അത് സ്വീകരിക്കുന്ന മാതിരിയാണല്ലോ ഇപ്പോൾ അവർ പെരുമാറുന്നത്. കോൺട്രാക്റ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് വിടണം, അങ്ങനെയാണല്ലോ. ഇവരിപ്പോൾ ആദ്യം അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടാണല്ലോ പോവുക. നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ? അങ്ങനെ നിയമപരമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. അതൊക്കെ ഇവരെ കരിയറിനെ ബാധിക്കും. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടിയിട്ട് അവിടെ ഇറാൻ എംബസി പോകണം, ഞങ്ങളെല്ലാം ജോലി വേണ്ട വെച്ച് ഞങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. അതാരും പോകുന്നില്ല. ഒരാൾ 5 പേരിൽ ഒരേ മാതിരിയാവില്ല. നിങ്ങൾ പോകുമ്പോൾ ഞാൻ പോവില്ല. അപ്പോൾ അവരുടെ അടുത്ത് അതിനുള്ള വഴി ഉണ്ടാവും. ഇയാൾ 2 മാസമല്ലേ ആയുള്ളൂ. ഇപ്പോൾ ജോലിയൊന്നുമില്ല അതിൽ. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പിന്നെ ഫോണ്, ഇതെല്ലാം അവരുടെ കീഴിലാണ്. വിളിക്കുമ്പോൾ എന്താ പുള്ളി പറയുന്നത്? മറ്റ് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ? അത് ഞാൻ ചോദിച്ചു. ഭക്ഷണമൊക്കെ ഓക്കെയാണ് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല. ഭക്ഷണം ചോറ്, ദാല്, പിന്നെ ഇലക്കറികൾ എന്നൊക്കെ അവൻ പറയുന്നു. ഇപ്പം എന്താ അതിൻ്റെ ബാക്കിലൊന്നും അറിയില്ല. ഇവർ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇതായിട്ട് വരുന്നു. കൂടുതൽ ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് പറയേണ്ടതായിട്ടുള്ള പരിമിതി ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആശ്വാസം. ആളെ കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ.